എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെൻറ്റിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഘട്ടമാണ് ഇത് നടക്കാൻ പോകുന്നത്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ ജൂലൈ 2 മുതൽ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ എന്നോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളാണ്. എങ്ങനെയാണ് ഒരു പുതിയ അപേക്ഷ സമർപ്പിക്കുക, അപേക്ഷ എപ്പോഴാണ് എഡിറ്റ് ചെയ്യേണ്ടത്, അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാത്തവർ എന്ത് ചെയ്യും, അപേക്ഷയിലെ തെറ്റ് ഫൈനൽ കൺഫർമേഷൻ നൽകാത്തത് മൂലം അലോട്ട്മെൻറ്റിൽ നിന്നും പുറത്തായി പോയ വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യാനും സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ +1 അലോട്ട്മെൻറ്റിൻ്റെ വിദ്യാർത്ഥികൾക്ക് ഏകജാലക പ്രവേശന സമ്പ്രദായം വഴി മെറിറ്റ് പ്രവേശനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു അവസാന അവസരമെന്ന് കൂടി നമുക്ക് പറയാൻ സാധിക്കും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കാരണം മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകളൊക്കെ തന്നെ എന്ത് ചെയ്തു, അവസാനിച്ചു കഴിഞ്ഞു. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ജൂലൈ 2 മുതലാണ് ആരംഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്നതിനാണ് പുതിയ അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്ന്. അപ്പോൾ പുതിയ അപേക്ഷ സമർപ്പിക്കേണ്ടത് നിങ്ങൾ ആദ്യം തൊട്ടേ ചെയ്യുന്ന ഒരു അപേക്ഷയാണ്. അതായത് എന്താണ്, ആദ്യം ഒരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നു. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, സ്കൂൾ കോളേജ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം തൊട്ടേ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇനി അപേക്ഷയിലെ എപ്പോഴാണ് എഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നത്. അപേക്ഷയിലെ എഡിറ്റ് ചെയ്യേണ്ടതും ജൂലൈ 2 മുതലാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്താൽ മതിയാകും, ആർക്കൊക്കെയാണ് അപേക്ഷ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് ആദ്യം ചോദിക്കുന്നുണ്ട്. അതിന് നമ്മൾ കൃത്യമായിട്ടൊരു ഉത്തരം നോക്കുകയാണെങ്കിൽ, മുഖ്യഘട്ട അലോട്ട്മെൻറ്റിനായി അപേക്ഷ സമർപ്പിച്ചിട്ടും എവിടെയും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, അഡ്മിഷൻ കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, അതിലും നിങ്ങൾക്ക് ലഭിച്ചില്ല, തേർഡ് അലോട്ട്മെൻറ്റ് വന്നു, അതിലും കിട്ടില്ല, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, സെക്കൻഡ് കിട്ടിയില്ല, തേർഡ് കിട്ടിയില്ല, ഇതിൽ മൂന്നിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് അപേക്ഷ എഡിറ്റ് ചെയ്ത് നൽകാൻ സാധിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അങ്ങനെ അപേക്ഷ എഡിറ്റ് ചെയ്ത് നൽകണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ അപേക്ഷ എഡിറ്റ് ചെയ്ത് നൽകണം. കാരണം അല്ലാത്ത പക്ഷം നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും. ഇനി എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത്, അത് പുതിയ അപേക്ഷ നൽകുന്നവരോടും അത് നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളോടും എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അത് സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് നോക്കുന്നത് നല്ലതായിരിക്കും. ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. അന്നേരം സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് നോക്കണമെന്ന് പറയുന്നതിന് കാര്യം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷനിൽ ചുമന്ന അക്ഷരത്തിലാണ് യുവർ ആപ്ലിക്കേഷൻ ഈസ് നോട്ട് ബി കൺഫേംഡ്, യുവർ ആപ്ലിക്കേഷൻ ഈസ് അൺസക്സസ്ഫുള്ളി, അങ്ങനെ എന്തെങ്കിലും ചുമന്ന അക്ഷരത്തിലാണ് എഴുതി കാണിക്കുന്നതെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യില്ല, സപ്ലിമെൻ്ററി ഘട്ടത്തിലും പരിഗണിക്കില്ല. കാരണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഈസ് നോട്ട് കൺഫേംഡ്. പക്ഷേ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന ഭാഗത്ത് പച്ച നിറത്തിൽ എഴുതി, യുവർ ആപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്, യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി എന്നൊക്കെയാണ് എഴുതി കാണിക്കുന്നതെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റ് പരിഗണിക്കുക. അത് സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റിൽ ചുമപ്പ് നിറത്തിലാണോ എഴുതി വരുന്നത്, പച്ച നിറത്തിലാണോ നോക്കണം. ചുമപ്പ് നിറത്തിലാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷയിൽ എന്തോ കുറവുണ്ട്, നിങ്ങളുടെ അപേക്ഷയിൽ എന്തോ തെറ്റുണ്ട്, അത് നിങ്ങളുടെ അടിയിൽ കാണാനും നിങ്ങൾക്ക് സാധിക്കും. അപേക്ഷ ക്ലിയറായ വിദ്യാർത്ഥികളുടെ എല്ലാം പച്ച നിറത്തിലായിരിക്കും എഴുതി കാണിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അപ്പോൾ അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടാത്തവർ എന്ത് ചെയ്യുക, ഇതുവരെ കിട്ടാത്തവരാണ് എന്ത് ചെയ്യേണ്ടത്, എഡിറ്റ് ചെയ്ത് നൽകണം. ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയവർ പുതിയ അപേക്ഷ സമർപ്പിക്കണം. അല്ലാത്ത വിദ്യാർത്ഥികളെല്ലാം നിർബന്ധമായും എഡിറ്റ് ചെയ്ത് നൽകണം. നിങ്ങൾക്കിപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല, പക്ഷെ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുകയുള്ളെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടത് നിർബന്ധമാണ്. അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി എഡിറ്റ് ചെയ്ത് വരുന്ന അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഇനി അപേക്ഷയിലെ തെറ്റ് ഫൈനൽ കൺഫർമേഷൻ നൽകാത്തതിനാൽ പുറത്തായവർക്ക് അപേക്ഷിക്കാൻ പറ്റും. അതായത് ഏകജാലക പ്രവേശന സമ്പ്രദായത്തിൽ നിന്നും പുറത്തായിപ്പോയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ? നിങ്ങളുടെ കാര്യം എനിക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അപേക്ഷയിൽ തെറ്റ് വന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ശരിയാക്കാൻ പറ്റുമോ എന്നും
പിന്നെ ഫൈനൽ കൺഫർമേഷൻ നൽകാത്തതിനാൽ പുറത്തായിപ്പോയ വിദ്യാർത്ഥികൾക്ക് ആ തിരുത്തലുകൾ വരുത്തി പുതിയ ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസരമുണ്ടോ ഇല്ലയോ എന്ന് സർക്കുലർ വന്നാൽ മാത്രമേ കൃത്യമായി പറയാൻ സാധിക്കുകയുള്ളൂ. സർക്കുലർ മിക്കവാറും ഒരു ജൂലൈ 1 2 കൂടിയേ വരുള്ളൂ. അതായത് ജൂൺ 30 അല്ലെങ്കിൽ ജൂലൈ 1 വരുള്ളൂ. ആപ്ലിക്കേഷൻ ജൂലൈ 2 അതുകൊണ്ട് അങ്ങനെ വരികയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കാര്യം ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുകയില്ല. അതിന് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ ഇത്രയും പറയാനുള്ളത്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ ഇനിയും നമ്മുടെ ചാനലിൽ കൂടെ എത്തും. അപ്പോൾ അതിൻ്റെ ഉപകാരം ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. My name is Karya, the founder of Karya Photech, the career guidance. Thanks for watching. Bye.